പാലക്കാട് CPM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. 2016 നിയമത്തെ BJPയുടെ ജയം ഡീലിന്റെ ഭാഗമെന്നും മുഖ്യമന്ത്രി ആരോപിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ കോലീബി സഖ്യം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വർഗീയതയെ കൂട്ടുപിടിച്ച പ്രതിപക്ഷം അസത്യ പ്രചരണം നടത്തുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. അത് ശരി. ഈ പ്രചരണം ആരതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം കേരളത്തിൽ തന്നെയല്ല. കേരളത്തിന്റെ പഴയകാല അനുഭവങ്ങൾ അത്ര വേഗം മറക്കാൻ കഴിയുന്നല്ലാരും ഇവിടെ അദ്ദേഹം അങ്ങനെ പറയാനിടയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളല്ല. സാധാരണ നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. എന്താണ് ഈ BJPയോട് സ്വീകരിച്ചുള്ള സമീപനം? BJP എന്ന് പറയുന്നത് RSS നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. RSSനെതിരെ BJPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് എല്ലാ കാലത്തും ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPIM ആണ്. ആർക്കും നിഷേധിക്കാവുന്ന കാര്യമല്ല. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങളുടെ ഒരുപാട് സഖാക്കൾ ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും മാരകമായി പരിക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷികളായി കിടക്കുന്നവരുണ്ട്. അങ്ങനെയെല്ലാമുള്ള അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ കോൺഗ്രസും UDFും എല്ലാ ഘട്ടത്തിലും RSSുമായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ഓർക്കുന്നുണ്ടാവുമല്ലോ. കോലീബി സഖ്യം എന്തായിരുന്നു? കോലീബി സഖ്യം അന്ന് വടകര പാർലമെന്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം 2 സീറ്റ്, പാർലമെന്റിൽ 1 സീറ്റ്, അസംബ്ലിയിൽ 1 സീറ്റ് BJPക്ക് നൽകുന്നു. ആ സീറ്റുകൾ BJPക്ക് കൊടുക്കുമ്പോൾ മറ്റ് സീറ്റുകളിലൊക്കെ RSSും BJPയും UDFനെ പിന്താങ്ങും. ഇതായിരുന്നില്ലേ കരാർ? അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലേ? അത് പുറത്തായിപ്പോയത് കൊണ്ട് ജനങ്ങൾ നല്ലതുപോലെ അതിൽ ഇടപെട്ടു. ആ 2 മണ്ഡലവും LDF തന്നെ നല്ല രീതിയിൽ വിജയിച്ചു വന്നു. പക്ഷെ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ആ കൂട്ടുകെട്ട് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഒരു കാലം UDF ഭരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, പത്തനംതിട്ടയിൽ ആവേശം വിതറി മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അദ്ദേഹം പര്യടനം നടത്തുക? എത്രത്തോളം ആവേശമുണ്ട് അവിടെ? ശ്രീജ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രസ് മീറ്റാണ്, അതായത് പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട ആദ്യ പ്രസ് മീറ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇതിനുശേഷം ഇപ്പോൾ കോഴഞ്ചേരി, അതുപോലെ ആറന്മുള, അതുപോലെ റാന്നി, കോന്നി തുടങ്ങിയ മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടികളാണ് അദ്ദേഹം പങ്കെടുക്കുക. ഇന്ന് വൈകുന്നേരം വരെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് അദ്ദേഹം തുടരുക. പത്തനംതിട്ട ജില്ലയിലെ പ്രചരണ പരിപാടികളാണ് മുഖ്യമന്ത്രി ആദ്യമായി പങ്കെടുക്കുന്നത്. ഇതിനുശേഷമാണ് ഇനിയിപ്പോൾ അടുത്ത 12 ദിവസങ്ങൾ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും മറ്റ് മണ്ഡലങ്ങളിലൊക്കെ പങ്കെടുക്കുക. എന്തായാലും ഇന്ന് രാവിലെ പ്രസ് മീറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. പ്രധാനമായും ഈ കേരളത്തെ പുരോഗതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അത് ഉന്നയിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ. പ്രധാനമായും LDF സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ തന്നെ ആരോഗ്യ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളാണ് പ്രത്യേകം ഊന്നി പറഞ്ഞത്. വികസന മേഖലയിൽ, അതായത് ഇതിന് മുൻപുണ്ടായ
ഉണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഇരുന്നത് ഒരു ഇരുണ്ട കാലമാണെന്നും ആരോഗ്യമേഖലയിൽ ഉൾപ്പെടെ മുരടിപ്പായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം LDFിൻ്റെ സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ സൗജന്യ ചികിത്സ ഉൾപ്പെടെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയത്. മാത്രമല്ല അന്നത്തേക്കാൾ കൂടുതൽ OP ഉൾപ്പെടെ സർക്കാർ ആശുപത്രിയിലേക്ക് വന്നു. കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിൽ ഏർപ്പെടുത്തി തുടങ്ങി വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ജനങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മാത്രമല്ല UDF സർക്കാരിനെ കഴിഞ്ഞ 2016 മുൻപ് അതുവരെ LDF സർക്കാർ വരുന്നതിന് മുൻപുള്ള UDF സർക്കാരിനെ കടന്നാക്രമിക്കുന്ന അവരുടെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലായ്മ എന്ന് തന്നെയാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത ഈ കൺവെൻഷനുകളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാകും പ്രധാനമായും ഉന്നയിക്കുക. മറ്റ് വിവാദ വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രത്യേകമായി അദ്ദേഹം പറഞ്ഞത്. ഇതിൽ തന്നെ ശബരിമല വിഷയം ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ LDF സർക്കാർ കൃത്യമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചത്. അവർക്കെതിരെയൊക്കെ കൃത്യമായ നടപടികൾ എടുത്തു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞത്. എന്തായാലും ഇവിടുത്തെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ അദ്ദേഹം കോഴഞ്ചേരിയിൽ മാത്യു ടി തോമസിൻ്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടാണ് അദ്ദേഹം നീങ്ങിയിട്ടുള്ളത്. ഉടനെ അവിടുത്തെ പ്രചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം വീണ ജോർജിൻ്റെയും അതുപോലെ കോന്നിയിലെ ജനീഷ് കുമാറിൻ്റെയും റാന്നിയിലെ പ്രമോദ് നാരായണൻ്റേതും ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ശ്രീജ. ശരി കണ്ണൻദേവ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പത്തനംതിട്ടയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കണ്ണൻദേവ്.